ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗത്തായിട്ട് വലിയൊരു മാർബിളിൽ കൊത്തിവെച്ച ഭാഗവതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഭാഗവതം 12ാമത്തെ സ്കന്ധം 6ാമത്തെ അധ്യായം 46ാമത്തെ ശ്ലോകം. ത്വയോപഭുക്ത സ്രഗന്ധ വാസോലങ്കാര ചർച്ചിത ഉച്ഛിഷ്ടഭോജിനോദശാസ്തവ മായാം ജയേമഹി. അതായത് ഭഗവാന്റെ മായയെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നാണ് പറയണത്. നമ്മളെല്ലാവരും മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ധരിച്ച് ഉപേക്ഷിച്ചതായിട്ടുള്ള ആടയാഭരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിക്കുന്നതിലൂടെ, അതായത് ഭഗവാന്റെ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത് പ്രസാദമാണല്ലോ, പായസം, കളഭം, വെണ്ണ, ആടിയ എണ്ണ, ഇതെല്ലാം സേവിക്കുന്നതിലൂടെ നമുക്ക് ഈ മായയെ മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തമാണെന്ന് കരുതുന്ന നിഴൽ പോലും ഒന്ന് തൊടാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള നമ്മളാണ് പലതും വെട്ടിപ്പിടിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്നത്. അതെല്ലാം മിഥ്യയാണ്, അതെല്ലാം മായയാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാമജപത്തിലൂടെ മോക്ഷപ്രാപ്തിക്ക് കാരണമാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ശ്ലോകം അതിനുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു കൂട്ടുന്ന അനേകം പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം കഴുകി കളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ പ്രസാദം സേവിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു പാപങ്ങൾ കഴുകിക്കളയാനും ഭഗവാന്റെ തന്നെ ആ മായയെ നമുക്ക് മറികടക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇതൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കൂ.